ദക്ഷിണേന്ത്യയിലൂടെ ഒരു യാത്ര തുടങ്ങുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എന്നത് ഏറെ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇനി യാത്ര ആരംഭിക്കുന്നത് ഏത് തരത്തിലുള്ള യാത്രയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. വിനോദ സഞ്ചാരത്തിന് വേണ്ടി മാത്രമുള്ള യാത്രയാണോ അതോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന യാത്രയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും രണ്ടാമത് പറഞ്ഞ കാര്യത്തിനാണ് നമുക്ക് മുൻതൂക്കം കൊടുക്കുക. കാഴ്ചകൾ കണ്ടുമടങ്ങുന്ന വിനോദയാത്രകൾക്കാണ് എല്ലാവരും മുൻതൂക്കം കൊടുക്കുക. ഞാനിത് മുൻകൂട്ടി പറയുവാൻ കാരണം നാം എത്തിച്ചേരുന്ന ഓരോ സ്ഥലത്തിനും കാഴ്ച ഭംഗികൾക്കപ്പുറം ഓരോ ചരിത്രമുണ്ട്. നാം എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടാണ് നാം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾക്കപ്പുറം ഒരു പക്ഷേ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് അകലെ കിടക്കുന്ന ഒരു കരിങ്കൽ കഷ്ണത്തിലായിരിക്കാം നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ കാഴ്ച നോട്ടം എത്തി നിൽക്കുന്നത്. അത്തരം ഒരു വസ്തു കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് അറിയാതെ പറഞ്ഞു പോകും. 1000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു നിർമ്മിതിയുടെ അവശേഷിക്കുന്ന ഏക ഭാഗമാണ് ആ വസ്തുവെന്ന്. ആ വസ്തുവിലൂടെ ഏറെ വൈകാരികമായി നിങ്ങളുടെ വിരലുകൾ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം, യാത്രയുടെ അനുഭൂതി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അത് ഒരു പുതിയ അറിവാണ്. ഓരോ സഹയാത്രികനും ഇത്തരം വിലപ്പെട്ട അറിവുകൾ നിങ്ങളിൽ നിന്നും ലഭിക്കുമ്പോഴാണ് ഒരു യാത്രികൻ്റെ യാത്രകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. ഓരോ യാത്രയും യാത്രികന് സമ്മാനിക്കുന്നത് ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഇത്തരം അനുഭവങ്ങളുടെ സമാഹാരമാണ് യാത്രയും ചരിത്രവും എന്ന പരിപാടിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. എൻ്റെ യാത്രകൾക്ക് ഇടുക്കി ജില്ല തിരഞ്ഞെടുക്കാൻ കാരണം 2 വ്യത്യസ്ത ജീവിത രീതികളുടെ സംഗമഭൂമി ആയതുകൊണ്ട് തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ നാം എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കുണ്ടാകുന്ന സംശയം ഇത് തമിഴ്നാടാണോ എന്നത് തന്നെയാണ്. അക്കാര്യത്തെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാം. വട്ടവടയിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ ഞാൻ മൂന്നാർ ടൗണിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
ടോപ്പ് സ്റ്റേഷനും കടന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമായ പാമ്പാടുംചോല നാഷണൽ പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കുന്നു. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിൽ വാഹനം നിർത്തുവാനോ സഞ്ചാരികൾക്ക് വനത്തിനുള്ളിൽ പ്രവേശിക്കുവാനോ ഇവിടെ അനുവാദമില്ല. ആനയും കാട്ടുപോത്തും മാൻകൂട്ടങ്ങളുമൊക്കെ യഥേഷ്ടം വിഹരിക്കുന്ന പ്രദേശമാണ് ഇവിടെ. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അവയെ കാണുവാൻ കഴിഞ്ഞില്ല. വിജനമായ കാനനപാതയിലൂടെയുള്ള യാത്ര വട്ടവടയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വട്ടവടയിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ച് കൊട്ടക്കമ്പൂരിൽ എത്തേണ്ടതുണ്ട്. ഞാനിപ്പോൾ കൊട്ടക്കമ്പൂർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 6400 മുതൽ 8440 അടി വരെ ഉയരത്തിലാണ് വട്ടവടയിലെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്കിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ തന്നെ വട്ടവട ഗ്രാമപഞ്ചായത്തും തമിഴ് ഭൂരിപക്ഷ മേഖലയാണ്. അതിജീവനത്തിൻ്റെ പാതയിൽ കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ്റെ വിശുദ്ധ ഭൂമിയാണ് വട്ടവട. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി 4 കുടിയേറ്റങ്ങൾക്ക് അഭയം നൽകിയ മണ്ണ് കൂടിയാണ് വട്ടവട. കുടിയേറിയവരെല്ലാം ദ്രാവിഡ ദേശക്കാരായിരുന്നതിനാൽ ഇവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം ഏറെ വ്യത്യസ്തമാണ്. ഒരു ഗ്രാമത്തിൽ തന്നെ അടുത്തടുത്തായി വ്യത്യസ്തങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്.
വട്ടവട കഴിഞ്ഞാൽ തൊട്ടടുത്തത് കോവിലൂറാണ്. 1/2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 7ഓളം ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിന് കോവിലൂർ എന്ന പേര് ലഭിച്ചത്. ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും കൗള ആചാരപ്രകാരമുള്ള ഗോത്രവർഗ പൂജാവിധികളാണ് പിന്തുടരുന്നത്. ഇവരുടെ കൃഷിയും ജീവിതവുമെല്ലാം ദൈവത്തിൽ അർപ്പിതമാണ്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കരും കഠിന അധ്വാനികളുമാണ് ഇവിടുത്തെ ഗ്രാമീണർ. ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ നിലവിലുള്ള ഇക്കാലത്തും പരമ്പരാഗത കൃഷി രീതികൾ തന്നെയാണ് ഇവർ ഇപ്പോഴും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാർഷിക വിളകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി ശീതകാല വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത വിളകൾക്കായി ഏപ്രിൽ മാസത്തോടുകൂടി കൃഷിനിലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ. കൃഷിയൊഴിഞ്ഞ പാടവരമ്പുകളിലൊക്കെ വിവിധതരം കാട്ടുചെടികൾ മനോഹരമായി പൂത്തുലഞ്ഞു നിൽപ്പുണ്ട്. ബട്ടർ ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഗ്രീൻ പീസ്, കാബേജ്, ഉരുളക്കിഴങ്ങ്, മല്ലിയില, വെളുത്തുള്ളി തുടങ്ങിയവയും ഫാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, സ്ട്രോബെറി, മരത്തക്കാളി തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ അടുത്ത കൃഷിക്കായി ഒരുങ്ങുന്ന പാടങ്ങളാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. തെക്ക് പാമ്പാടും ചോലയും വടക്ക് ചിന്നാറും കിഴക്ക് കുറിഞ്ഞിമലയും പടിഞ്ഞാറ് ആനമുടിയാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു പ്രദേശമായതിനാലാണ് ഇവിടം വട്ടവട എന്ന് അറിയപ്പെടുന്നത്. മൂന്നാറിനേക്കാൾ ഒരു പക്ഷേ ശൈത്യം കൂടുതൽ അനുഭവപ്പെടുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും ഇവിടേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം, കഴിഞ്ഞ ക്രിസ്മസ്, ന്യൂ ഇയർ ദിവസങ്ങളിൽ വട്ടവടയിലേക്ക് വന്നത് ഓരോ ദിവസവും 2000-ത്തിലധികം വാഹനങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ സഞ്ചാരികളുടെ വരവിലുള്ള വർധന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വട്ടവടയിലെ ദ്രാവിഡ ജനതയുടെ കുടിയേറ്റങ്ങൾ പുരാണങ്ങളും ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുകയാണ്. പാണ്ഡവരുടെ വനവാസകാലത്ത് പാണ്ഡവർക്ക് ആതിഥ്യമരളിയ നാടുകൂടിയാണ് വട്ടവട. രണ്ടാമതായി, കണ്ണകിയുടെയും കോവിലിൻ്റെയും ജീവിതത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ തെറ്റായ വിധിയിൽ കണ്ണകിക്ക് ഭർത്താവിനെ നഷ്ടമാവുകയും കണ്ണകിയുടെ രോഷാഗ്നിയിൽ മധുര കത്തിയമർന്നപ്പോൾ മധുരയിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങൾ പലായനം ചെയ്ത് വട്ടവടയിൽ എത്തിച്ചേർന്നതാണ് രണ്ടാമത്തെ കുടിയേറ്റമായി കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരലി മധുരയിലെ തിരുമല നായ്ക്കൻ രാജാവിനെതിരെ ഡിണ്ടിഗലിൽ പടയോട്ടം നടത്തിയപ്പോൾ ഭയന്നോടിയ ഒരു കൂട്ടം ജനങ്ങൾ കൊടൈക്കാടുകൾ താണ്ടി വട്ടവടയിൽ എത്തിച്ചേർന്നു. ഇത് മൂന്നാമത്തെ കുടിയേറ്റമായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്ന
തോട്ടം തൊഴിലാളികൾ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ വട്ടവടയിലെത്തി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് അവസാനത്തേതായി പറയപ്പെടുന്ന കുടിയേറ്റം. ഇങ്ങനെ 4 കുടിയേറ്റങ്ങൾക്ക് അഭയം നൽകിയ നാട് കൂടിയാണ് വട്ടവട. രാജഭരണകാലത്ത് വട്ടവട ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പൂഞ്ഞാർ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. പൂഞ്ഞാറിൽ നിന്നും 100-ലധികം കിലോമീറ്ററുകൾ കൊടും വനത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വട്ടവട പ്രദേശങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നുള്ളൂ. അക്കാരണം കൊണ്ട് തന്നെ വട്ടവടയിലെ കൃഷിക്കാരിൽ നിന്നും കപ്പം പിരിക്കുന്നതിനും വട്ടവടയിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി പൂഞ്ഞാർ രാജാവ് വട്ടവട കേന്ദ്രമാക്കി ഒരു പകുതി കച്ചേരി ആരംഭിച്ചു. വട്ടവടയിലെ 4 പ്രബല സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തി ആയിരുന്നു ഈ പകുതി കച്ചേരി ആരംഭിച്ചത്. വട്ടവടയിലെ പ്രബല സമുദായങ്ങളായ മന്നാടിയാർ, മറവർ, ചക്ലിയർ, ചെട്ടിയാർ തുടങ്ങിയ സമുദായങ്ങളിലെ പ്രബലരെയായിരുന്നു ഈ പകുതി കച്ചേരിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മന്നാടിയാർ സമുദായത്തിൽ നിന്നും 2 പേരെ പകുതി കച്ചേരിയിൽ അഥവാ മന്ദ എന്നറിയപ്പെടുന്ന പകുതി കച്ചേരിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവരെ മന്ത്രിയാർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മറവർ സമുദായത്തിൽ നിന്നും ഒരംഗത്തെ ഉൾപ്പെടുത്തി. ഈ വ്യക്തിയെ പെരിയധനം എന്നാണ് അറിയപ്പെടുന്നത്. ചെട്ടിയാർ സമുദായത്തിൽ നിന്നും ഒരംഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയെ മണിയക്കാരൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. മന്ദ എന്നറിയപ്പെടുന്ന ഈ പകുതി കച്ചേരിയിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ചെട്ടിയാർ സമുദായമായിരുന്നു. വട്ടവടയിലെ കപ്പം പിരിക്കുകയും കൃഷിക്കാരിൽ നിന്ന് കപ്പം പിരിക്കുകയും ഈ തുക കിലോമീറ്ററുകൾ താണ്ടി പൂഞ്ഞാർ കൊട്ടാരത്തിൽ എത്തിച്ചിരുന്നതും ചെട്ടിയാർ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് മണിയക്കാരൻ എന്ന പേര് ലഭിച്ചത്. 4-മതായി ഉള്ളത് ചക്ലിയർ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. ചക്ലിയർ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിക്ക് മന്ദയിൽ അഥവാ പകുതി കച്ചേരിയിൽ ലഭിച്ചിരുന്ന സ്ഥാനം ശിപായിയുടേതായിരുന്നു. ഇതാണ് രാജഭരണകാലത്ത് വട്ടവടയിലുണ്ടായിരുന്ന വ്യവസ്ഥിതികൾ.